ചേച്ചി ഞങ്ങൾ കുറേ നേരം നിൽക്കും സാറേ. ഞങ്ങളെ വീട് പറ്റ പോയതാണ്. അവിടെ തന്നെയാണോ? ചൂരമല സ്കൂൾ റോഡ്. എൻ്റെ പേര് ശ്രീധരൻ. എൻ്റെ ഭാര്യൻ്റെ ഏട്ടൻ, ഭർത്താവ്, മകള്, മകന്, രണ്ട് കുട്ടികൾ. അതിലൊരു കുട്ടീനെ കിട്ടും. ബാക്കിയെല്ലാവരും പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി എങ്ങോട്ട് പോകും? അല്ല, അതിനെന്തായാലും സർക്കാരിനൊരു സംവിധാനമുണ്ട്. അതിന് വിഷമിക്കൊന്നും വേണ്ട. ഒരു രേഖ പോലും നമ്മളെ കയ്യിലെല്ലാം മൊത്തത്തിൽ പോയതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വീട്ടിൽ ചെല്ലും, എന്തെങ്കിലും ഓഫീസിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു രേഖ. അത് നമ്മളിപ്പോൾ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും രേഖകൾ, എനിക്കൊന്ന് ആധാരം അടക്കമുള്ള രേഖകൾ പോയി. ലോണ്, പണയം, അങ്ങനെയുള്ള സ്വർണ്ണങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ളൊരു വിഷമങ്ങളാണ്. അവരെ വീട് അതുപോലെ തന്നെ. സാറേ, എൻ്റെ പേര് അമ്പിളി. ഞങ്ങൾ സ്പോട്ടിൽ നിന്ന് ഞങ്ങൾ ജീവനം കൊണ്ട് ഞങ്ങൾ മുണ്ടക്കൈയാണോ? ചൂരൽമല മുണ്ടക്കൈ വന്ന് ഞങ്ങൾ മേത്തേക്ക് വരികയായിരുന്നു രാത്രി. വീടെന്താ അവസ്ഥ? വീടില്ല, വീടിൻ്റെ അടിയത്തെ മണ്ണ് പോലും ഇല്ല. തറയത്തെ മണ്ണും കൂടി അതെല്ലാം പോയി. ഞങ്ങൾ കഷ്ടമുറിയുള്ള വീടായിരുന്നു. 5 റൂം, ഹാള്, അത്യാവശ്യം 10-15 വർഷം പഴക്കമുള്ള ഉറപ്പുള്ളൊരു വീടായിരുന്നു. അതിൻ്റെ ഉറപ്പ് ടെറസ് വീടായിരുന്നു. അടി കൂടി വെള്ളം വന്ന് കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു. 5.5 വയസ്സുള്ള കൊച്ചു. രക്ഷപ്പെട്ടില്ലേ വീട്ടുകാർ? അത്ഭുതകരമായി രക്ഷപ്പെട്ട്. പക്ഷേ എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾക്ക് 8 പേര് ഇപ്പോഴും മിസ്സിങ്ങാണ്. അതിൽ 4 ബോഡി കിട്ടി ചെയ്തു. ഇനിയും മിസ്സിങ്ങാണ്. ഞങ്ങൾ രക്തബന്ധത്തിൽപ്പെട്ടത്. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളെ അവസ്ഥ ഞാൻ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നത്. ഓരോ വീട്ടിലെ ഓരോ അംഗത്തിന് വേണ്ടി ഞാൻ സംസാരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു വേണം. ഒരു സ്ഥലത്ത് എവിടെയാണെങ്കിലും ഒരു സ്ഥലത്ത് ആണെന്നൊന്നുമില്ല, എവിടെയാണെങ്കിലും എല്ലാവർക്കും എത്രയും പെട്ടെന്ന് സ്പീഡപ്പായി ചെയ്തു കൊടുക്കുക. ഞങ്ങളെ സമ്പാദ്യം എല്ലാം പോയില്ലേ. ഞങ്ങൾക്ക് രേഖയില്ല, ഒന്നുമില്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? എടുക്കാനുള്ള സമയം കിട്ടിയില്ല. രക്ഷപ്പെട്ടത് തന്നെ. നിങ്ങളുടെ ഈ റവന്യൂ രേഖകളൊക്കെ അതിൻ്റെ പകർപ്പ് ഓഫീസിലുണ്ട്. അത് നിങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ നമുക്ക് തന്നെ ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ്, എനിക്കൊന്ന് PCR നിന്ന് റവന്യൂ വകുപ്പ് മിനിസ്റ്ററെ ഒന്ന് ബന്ധപ്പെട്ട നന്നായിരിക്കും. കാരണം ഇവരുടെ തുടർച്ചയായി നമ്മളോട് പറയുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. രേഖകളില്ലാത്ത മനുഷ്യരുണ്ട്. അപ്പോൾ ആ രേഖകളുടെ പകർപ്പ് റവന്യൂ വകുപ്പിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭൂമിയോ സ്വത്തോ സംബന്ധിച്ചോ ഇതൊന്നും എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. അല്ല, അതൊക്കെ പോട്ടെ, അതൊക്കെ സർക്കാരിന് തരാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ പ്രളയം ഒന്നുമില്ലാത്ത സമയത്ത് നമ്മളൊരു അക്ഷയ കേന്ദ്രത്തിൽ പോയി നമുക്ക് എന്തൊക്കെ അവർ നമ്മളെ ചുറ്റിക്കും. അത് വേണം, ഇത് അത്തരം ചുറ്റിക്കലൊന്നും അത് നമുക്ക് മിനിസ്റ്റർ എന്ന് തന്നെ നമുക്കൊരു ഉറപ്പ് വാങ്ങാം. കാര്യം അത് സർക്കാർ ചുറ്റിക്കൽ ഇനി പറ്റില്ല. അതിനുള്ള ചുറ്റാൻ പോകാനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. ഓരോ നിമിഷം നമുക്ക് സമനില തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ട രേഖകളെങ്കിലും കിട്ടും. ദൈവം നമ്മളെ ജീവൻ തിരിച്ചു തന്നെങ്കിൽ അത് ഞങ്ങൾക്കിനി ഒന്ന് ജീവിക്കണം. പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളൊക്കെ ചളിയിൽ നിന്ന് വലിച്ച് അയൽവക്കത്തുകാർ വന്ന് വലിച്ച് കൊണ്ടുപോയതാണ്. കാരണം നടക്കാൻ പറ്റും. ഞങ്ങളെ കുടുംബം രക്ഷപ്പെട്ടിട്ടും 1.25 പൊട്ടി ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് കുറച്ച് യുവാക്കൾ വന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഞങ്ങളെയൊക്കെ ഒരു വീട്ടിൽ കൊണ്ട് രക്ഷപ്പെടുത്തി നിർത്തിയിട്ട് ആ 2.25 പൊട്ടിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് പേരെ രക്ഷപ്പെടുത്തി. എൻ്റെ ഭർത്താവ് ഞങ്ങൾക്ക് നല്ലോണം പരിക്ക് പറ്റിയിട്ടാണ്. അവർ കുറേ ധൈര്യം സംഭവിച്ച് രക്ഷാപ്രവർത്തനം കുറേ ചെയ്തു. ഈ കൂടെയുള്ള പ്രതീക്ഷയ്ക്ക് അതിലല്ലേ പോയത്? ചേട്ടനൊക്കെ അങ്ങനെ പോകുന്നത്. പ്രജി ചേട്ടൻ എല്ലാവരെയും രക്ഷപ്പെടുത്തി. പ്രജി ചേട്ടൻ ഞങ്ങളെ തൊട്ടടുത്ത് അയൽവക്കത്തുള്ള നസീർക്ക അവർ ഫാമിലി അവർ രക്ഷപ്പെടുത്താൻ നേരിട്ട് ജീപ്പുമായിട്ട് വരുമ്പോഴാണ് പ്രജി ചേട്ടൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ എൻ്റെ ഭർത്താവ് മുണ്ടക്കൈയാണ് താമസം. ശരി, റെഡിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല, റെഡിയായതുണ്ടല്ലോ. സാറേ, ചാരിറ്റി പ്രവർത്തനം ചെയ്ത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ജീവിച്ചത്. ഇനി ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ചെയ്ത പോലെ ദൈവം ഞങ്ങൾക്ക് തരട്ടെ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തകരും ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരാണ്. ഒരു മരണം ഞാൻ പറയട്ടെ, ഒരു മരണം അവിടെ സംഭവിച്ചാൽ തന്നെ ആ വീട്ടുകാർക്കുള്ള വേണ്ട സാധനം എത്തിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കഷ്ടപ്പെട്ട് രാവിലെ ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ. സംഘടന കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അധികം കാര്യങ്ങളൊക്കെ കാരുണ്യ റെസ്ക്യൂ ടീമൊക്കെ അവിടെ ഉണ്ട്. അവർക്ക് നല്ല നമ്മുടെ ഏരിയയിൽ ആദ്യം മുതലേ അവർ നല്ല രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളാണ്. ഇപ്പോഴും അവർ എന്താ പറയുക എല്ലാ കാര്യത്തിനും ഇറങ്ങുന്ന ടീം. ഞാനിന്നലെ അവിടെ പോയപ്പോൾ കണ്ടതും ആ കാരുണ്യയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് ഇവരെ തന്നെ രക്ഷപ്പെടുത്താൻ വരുന്നു. ഇവർ തന്നെ പരസ്പരം രക്ഷപ്പെടുത്തുന്നു. അതിനിടയിലാണ് ഇവരുടെ കൂട്ടത്തിലുള്ള പ്രതീക്ഷ പ്രേക്ഷകർക്ക് അറിയാം. നമ്മൾ നിരന്തരം പ്രതീക്ഷൻ്റെ വാർത്ത പ്രേക്ഷകരിലേക്ക് തന്നിരുന്നു. ആ പ്രതീക്ഷനെ ഇവർക്ക് നഷ്ടപ്പെടുന്നതും ആ രക്ഷാപ്രവർത്തനം. എനിക്കൊന്ന് റിവ്യൂയൊക്കെ അതിൻ്റെ ഇടയിൽ പോകുന്നുണ്ടായിരുന്നു ആ സമയത്തല്ലേ? ഉണ്ടായിരുന്നു. ഈ പ്രതീക്ഷനെ അവസാന നിമിഷം കണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ? പ്രതീക്ഷ ഞങ്ങൾക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. പ്രതീക്ഷ കണ്ട് സംസാരിച്ചിരുന്നു. പക്ഷേ എന്താ പറയുക, കൂടപ്പിറപ്പിനെ പോലെയൊക്കെ ആയിരുന്നു അവരൊക്കെ. അങ്ങനത്തെ സിറ്റുവേഷനാണ്. പ്രതീക്ഷിച്ചില്ല അങ്ങനെ പ്രതീക്ഷ പോകുന്നുള്ള കാര്യം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും. എല്ലാ കാര്യത്തിനും എൻ്റെ വീട്ടിൽ വന്ന് പ്രതീക്ഷിച്ച്. അപ്പോൾ ഞാൻ ഈ ഉരുൾ പൊട്ടിയ ആ സമയത്ത് കുറേ ആൾക്കാർ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഒരു 9 ഫാമിലി. ഞാനും അപ്പോൾ
എൻ്റെ അനിയൻ്റെ വീടൊക്കെ വെള്ളത്തിൻ്റെ ഇത്തരത്തിൽ ഞാൻ അടുക്കള ഭാഗത്ത് പോയി അവരെ 3 പേര് കഴിച്ചിലായിക്കൊണ്ട് വന്ന് ആ സമയം എല്ലാവരും മുകളിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രതീക്ഷ ഇറങ്ങി വരുന്നത്. അവനും അവസാന വർഷം പുള്ളിയെ കണ്ടു അല്ലേ? ഒരു 6 പേരും ഇവനോട് വന്ന് എന്നോട് ചോദിച്ചു, ഇക്കങ്ങൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ലാറ്. അപ്പോൾ എൻ്റെ മുറ്റത്തൊരു വലിയൊരു ഡ്രം ഉണ്ടായിരുന്നു. ആ ഡ്രമ്മിൽ നിന്ന് അവൻ കൈയും കാലം കഴുകിയിട്ട് ഇനി ഇതിൽ അങ്ങോട്ടേക്ക് പോവുക വെച്ചു. ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ കിണറുണ്ട് മോനെ, ആ കിണർ നോക്കിയിട്ട് പോകുന്ന പറഞ്ഞിട്ട് അവർ എൻ്റെ മുന്നിൽ കൂടെ ഇറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. എന്ത് വണ്ടിയായിരുന്നു? എൻ്റെ ജീറ്റോ വണ്ടി. ഞാനൊരു 26 വർഷം സൗദിയിലായിരുന്നു. സൗദിയിൽ? വീടോ? വീട് എന്ന് പറഞ്ഞാൽ വീട് അവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പോയി താമസിക്കാൻ പേടിയുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടുകാരൊക്കെ ബാക്കി എല്ലാവരും 9 ഫാമിലി ഉണ്ടായിരുന്നു മൊത്തം. ഞങ്ങൾ 3 ഞാനും ജ്യേഷ്ഠനും 3 ഫാമിലിയും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഒരു 9 ഫാമിലി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് പൊട്ട് കഴിഞ്ഞ് 2ാമത്തെ പൊട്ട് വരെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മലയിലേക്ക് കയറിപ്പോയി. നല്ല അതുകൊണ്ട് അതേപോലെ ഞങ്ങൾക്ക് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഓരോരുത്തർ പരസ്പരം പറയുന്നതാണ്. നമ്മൾ ഇവിടുന്ന് ഒരു റിപ്പോർട്ടും കാര്യങ്ങളും തന്നിട്ടില്ല. നമുക്ക് പെട്ടെന്ന് മാറേണ്ടി വരും അങ്ങനെയുള്ള ആശങ്ക എല്ലാവരുടെ ഇടയിലും ഉണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ എല്ലാവരും റൂം നോക്കിക്കോളൂ, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മൾ സ്വയം കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം സ്കൂളും കാര്യങ്ങളും തുടങ്ങേണ്ടതാണ്. നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമുക്ക് അത് മാറുമ്പോൾ അതിനുള്ള എന്താണുള്ള ഒരു ഇത് നമുക്കതിലും എത്തിപ്പെട്ടില്ല. എങ്ങനെ മാറണം എന്താണെന്നുള്ളത് ഇന്നും നാളെയായിട്ട് സർക്കാർ അതിൻ്റെ ഒരു പാക്കേജുകൾ പ്രഖ്യാപിക്കും. അതിനുള്ള കൂടിയാലോചനയിലാണ്. കാര്യം ഇതുവരെ രക്ഷാപ്രവർത്തനം ഇനി പോകാൻ വേറെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിച്ചു വാരിയ പോലെയാണ് മൊത്തം പോയത്. അപ്പോൾ നമുക്ക് കിടക്കാൻ വേറെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് സാധനങ്ങൾ എടുത്ത് ഓടാനും പറ്റിയിട്ടില്ല. ഒന്നും ഓടാനും പറ്റില്ല. പിന്നെ ഒന്നാമത് ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് സർക്കാരിനോട് പറയാനുള്ളത്, പെട്ടെന്ന് പുത്തുമല പോലെ ആവരുത്. പുനരധിവാസം പെട്ടെന്നാണ്. അപ്പോൾ അവിടെയൊക്കെ ചോർന്നൊലിക്കുന്ന വീടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒക്കെ ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ ആ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലായി. കാര്യം ആ സമയത്തൊരു പക്ഷേ അങ്ങനെ ഈ വോളണ്ടിയർമാരാണല്ലോ വീട് വെച്ച് കൊടുത്തത്. അതുപോലെ തന്നെ കാർഷിക മേഖലയാണ് നമ്മുടെ മേഖല കൂടുതൽ. കുറേ കാർഷിക കടങ്ങളെടുത്തവരുണ്ട്. ആ ലോണും കാര്യങ്ങളൊക്കെ സർക്കാർ എഴുതിത്തള്ളുന്ന ഒരു കാര്യത്തിലേക്ക് മുൻകൈ എടുത്ത് പോകണം. നമ്മൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ചുരുക്കി പറഞ്ഞ ഒരു 10ഓളം പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ അപ്പുറമാണ് നിങ്ങളുടെ ജീവിത പ്രശ്നം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുന്ന് പെട്ടെന്ന് നിങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും സന്തോഷം. ഒരുമിച്ച് അവരെ നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് മാറ്റുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാടക വീട്ടിൽ പോയി നിൽക്കുന്ന പരിപാടി നമ്മൾ കുറേ കാലത്തേക്ക് പറ്റില്ല. കാരണം ഒന്ന് വാടക കൊടുക്കാൻ വാടക കൂടി. കഴിഞ്ഞ പ്രാവശ്യം ഇതേ പുത്തുമല അതുപോലെ 3000 രൂപ വാടകയ്ക്ക് പോയിട്ട് ആദ്യത്തെ ഒരു 5-6 മാസം സർക്കാർ കൊടുത്തു. പിന്നെ ആ സർക്കാർ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ആ വാടക പരിപാടി ദയവ് ചെയ്ത് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് ഇവരുടെ ലോണുകൾ, കടബാധ്യതകൾ അത് എഴുതിത്തള്ളുക എന്നുള്ളത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ രേഖകളില്ല പലതും. ആ രേഖകൾ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കുകയോ അതിനിവരെ സഹായിക്കുകയോ ചെയ്യും. ഇവർ തിരിച്ചു പോകുമ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ട രേഖകൾ പലതും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെയും ഈ ദൗത്യത്തിലെയും ഏറ്റവും മാതൃകാപരമായ അനുകരണീയമായ മാർഗ്ഗമായിരിക്കും. നമുക്കതിനുവേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. റവന്യൂ വകുപ്പിന് ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ വിചാരിച്ചാൽ ഇത് നടക്കും. അത് ഇത്രയും പേരുടെ ലിസ്റ്റ് എടുത്തിട്ട് ഇവർക്ക് എന്ത് രേഖയാണ് നഷ്ടപ്പെട്ടത്, ആ രേഖയുടെ ഒരു പകർപ്പ് എടുത്തു കൊടുക്കുക. എല്ലാം പലതും കമ്പ്യൂട്ടറൈസ് ചെയ്യപ്പെട്ടതാണ്, ചിലതല്ലാത്തതാണ്. ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നാണെങ്കിലും ചില രേഖകൾ എടുക്കാൻ പറ്റും. അതാണ് സ്വാഭാവികമായിട്ടും ആവശ്യമുള്ളത്. നമ്മൾ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഉത്തരം പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ലെങ്കിലും സർക്കാരിന് ഉറപ്പ് കൊടുക്കാൻ പറ്റും. ഇനി അവർക്ക് ആവശ്യം ഇവരുടെ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നത് അവരെ അറിയിക്കലാണ്. ഒരുപാട് വൈകാതെ അതിനുള്ളൊരു ധാരണ സർക്കാർ ഉണ്ടാക്കി ഇവരെ അറിയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 160 ലോണുണ്ട് ഗ്രാമീണ ബാങ്കിൽ. അതിപ്പോൾ 10 കാർഷിക ബാങ്കാണ്. അടുത്തൊരു 10. അത് ഇന്നലെ ധനമന്ത്രി പറയുന്നുണ്ടായിരുന്നു, നിങ്ങളിൽ പലരുടെയും ലോണുകളുടെ കാര്യത്തിൽ സർക്കാർ ഒരു അനുകൂല തീരുമാനം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്നും അതിൽ നിന്ന് വിഷമിക്കേണ്ട കാര്യമില്ല, അതൊക്കെ മാറും. നമുക്ക് വേറെ ഒരു മാർഗ്ഗമല്ലല്ലോ. അത് സർക്കാരിന് അറിയാമല്ലോ. നിങ്ങൾ ഉള്ളത് ഉരുളെടുത്ത് പോയില്ലേ, അപ്പോൾ അത് സർക്കാർ അറിയാം. അപ്പോൾ അതിലൊന്നും വിഷമിക്കേണ്ട. നിങ്ങളുടെയൊക്കെ ലോണുകൾ അത് കൃത്യമായ കണക്കുള്ള, നിങ്ങൾ ഇന്ന മറ്റു വിഭാഗങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യും കേട്ടോ. അതിലൊന്നും വിഷമിക്കേണ്ട. അതൊന്നും ഒരുപാട് ആലോചിച്ച് തല വിഷമിക്കുക ചെയ്യുന്നു. ഇനിയിപ്പോൾ നിങ്ങളിവിടെ 6 ദിവസമായി ഉറങ്ങിയിട്ട് 6 ദിവസമായി എന്ന് പറയും. ഉറങ്ങണം. ഇനിയിപ്പോൾ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പതുക്കെ ശരിയായി വരും. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയാണ്, ഈ പുത്തുമല പോലെ ആവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.